Welcome back. Today we are going to discuss multiple intelligence theory by Howard Gardner. Gardner first outlined his theory in his book Frames of Mind in 1983. ഹൊവാർഡ് ഗാർണർ ആദ്യമായി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിനെ കുറിച്ച് പരാമർശിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിലാണ്. ആ ബുക്കിൻ്റെ പേരാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. 1983 അത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നത്. അക്കോർഡിംഗ് ടു ഹിം, പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻ്റലിജൻസ്. അദ്ദേഹം പറയുന്നത് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻ്റലിജൻസ്. വ്യക്തികൾക്ക് പല തരത്തിലുള്ള ഇൻ്റലിജൻസുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാർഡനർ പ്രപ്പോസ് there are 8 intelligence and has suggested the possible addition of a 9th known as existentialist intelligence. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞത് 8 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് കാണപ്പെടുന്നു. വ്യക്തികളിൽ 8 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് കാണപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ 9ാമതായി ഒരു ഇൻ്റലിജൻസ് കൂടി കാണപ്പെടുന്നു. അത് അദ്ദേഹം പിന്നെ ആഡ് ചെയ്താണ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആ 8 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസിന് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഓർ വെർബൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ or mathematical intelligence, bodily kinesthetic intelligence, musical intelligence, interpersonal intelligence, intrapersonal intelligence and naturalistic intelligence. ഇങ്ങനെ 8 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൽ ഈ ഇൻ്റലിജൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞും ഇരിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇനി നമ്മൾക്ക് ഓരോ ഇൻ്റലിജൻസിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഈ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള ഒരു ആളായിരിക്കും? പീപ്പിൾ ഹു ആർ സ്ട്രോങ് ഇൻ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആർ ഗുഡ് അറ്റ് വിഷ്വലൈസിങ് തിങ്സ്. എന്താണ് അത്തരത്തിൽ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദേ ക്യാൻ വിഷ്വലൈസ് തിങ്സ് ഈസിലി. അത് ആ വ്യക്തിക്ക് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ മറ്റ് വ്യക്തികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈസി ആയിരിക്കും. ദീസ് ഇൻഡിവിജ്വൽസ് ആർ ഓഫൻ ഗുഡ് വിത്ത് ഡയറക്ഷൻസ് ആസ് വെൽ ആസ് മാപ്പ്, ചാർട്ട്, വീഡിയോസ് ആൻഡ് പിക്ചേഴ്സ്. എങ്ങനെയാണ് അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മാപ്പ് യൂസ് ചെയ്യുന്നതിൽ അവർ നല്ല രീതിയിൽ അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. ഒരാളോട് വഴി ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അവർക്ക് അവർ വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ അവരെങ്ങനെയായിരിക്കും അവർക്ക് ചാർട്ട് വരയ്ക്കാൻ, വീഡിയോസ്, പിക്ചേഴ്സ്, ഇതിനൊക്കെ നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കും ഈ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികൾ. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ജഡ്ജ്മെൻറ്റ്. അവർക്ക് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ജഡ്ജ്മെൻറ്റ് നടത്താൻ കഴിയും. നമുക്കറിയാം, നമ്മളൊരു പിക്ചർ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്യാൻവാസിലൊരു പിക്ചർ വരയ്ക്കണമെങ്കിൽ അത് എത്ര വലിപ്പമുള്ളതാണ്, ഏത് രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടതെന്ന് മുൻകൂട്ടി ധാരണയുണ്ടെങ്കിലാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് അത് ആ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വരയ്ക്കാൻ പറ്റുള്ളൂ. അതേപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായിരിക്കും ഈ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ എന്നാണ് ഗാർഡനർ അവകാശപ്പെടുന്നത്. ഈ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുടെ കാണപ്പെടുന്ന കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. പീപ്പിൾ വിത്ത് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആർ റീഡ് ആൻഡ് റൈറ്റ് ഫോർ എൻജോയ്മെൻറ്റ്. അവരെങ്ങനെയാണ്? they are read and write for enjoyment.
എൻജോയ്മെൻറ്റിന് വേണ്ടി വായിക്കുകയും എഴുതുകയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും ഈ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള, ആ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ എന്നാണ് പറയുന്നത്. ആർ ഗുഡ് അറ്റ് പുട്ടിങ് പസിൽസ് ടുഗദർ. എന്താണ്? പസിൽസുകൾ സോൾവ് ചെയ്യുന്നതിലെല്ലാം അവർ വളരെ പ്രാവീണ്യമുള്ളവരായിരിക്കും. ഇൻ്റർപ്രറ്റ് പിക്ചേഴ്സ്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട് വെൽ. എന്താണ്? അവർക്ക് നല്ല രീതിയിൽ പിക്ചേഴ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഗ്രാഫ്സിനെ ചാർട്ടിനെയൊക്കെ നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ആൻഡ് ദേ എൻജോയ് ഡ്രോയിങ്, പെയിൻറ്റിങ് ആൻഡ് വിഷ്വൽ ആർട്ട് ആൻഡ് റെക്കഗ്നൈസ് പാറ്റേൺസ് ഈസിലി. എന്താണ്? അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, അതുപോലെ തന്നെ വിഷ്വൽ ആർട്സ്, അതുപോലെ തന്നെ ദേ ക്യാൻ റെക്കഗ്നൈസ് പാറ്റേൺസ് ഈസിലി. അവർക്ക് പാറ്റേൺസിനെ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കരിയർ ചോയ്സസുകളാണ് പറയുന്നത്. ഇഫ് യു ആർ സ്ട്രോങ് ഇൻ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ഗുഡ് കരിയർ ചോയ്സസ് ഫോർ യു ആർ ആർക്കിടെക്റ്റ്, ആർട്ടിസ്റ്റ് ആൻഡ് എഞ്ചിനീയർ. ഈ മേഖലകളിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് ഗാർഡനർ പറയുന്നത്. അപ്പോൾ ആ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മെൻ്റൽ എബിലിറ്റികൾ അവർക്ക് കൂടുതലായിരിക്കും. സോ അതിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കരിയർ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾക്കതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇൻ്റലിജൻസ് ആണ് ലിംഗ്വിസ്റ്റിക് ഓർ വെർബൽ ഇൻ്റലിജൻസ്. People who are strong in linguistic verbal intelligence are able to use words well, both when writing and speaking. ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ്? They can use words well both when writing and speaking. സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ എഴുതുമ്പോഴും നല്ല വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നല്ല ഭാഷയിൽ നല്ല ഗുഡായിരിക്കും. അവർക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ് കൂടുതലാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ദീസ് ഇൻഡിവിജ്വൽസ് ആർ ടിപ്പിക്കലി വെരി ഗുഡ് അറ്റ് റൈറ്റിംഗ് സ്റ്റോറീസ്, മെമ്മറൈസിങ് ഇൻഫോർമേഷൻ ആൻഡ് റീഡിങ്. ഇവരെങ്ങനെയായിരിക്കും? ഇവർക്ക് കഥകൾ എഴുതാനും അതുപോലെ തന്നെ ഇൻഫോർമേഷൻസിനെ മെമ്മറൈസ് ചെയ്യാനും അതുപോലെ തന്നെ വായിക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ വാക്കുകളും ലാംഗ്വേജും റൈറ്റിംഗും ആയിരിക്കും ഇത്തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ടുള്ള വ്യക്തികളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവർ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പീപ്പിൾ വിത്ത് ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ് ആർ റിമെമ്പർ റിട്ടൺ ആൻഡ് സ്പോക്കൺ ഇൻഫോർമേഷൻ. എന്താണ്? അവർക്ക് ഇൻഫോർമേഷൻസിനെ കേട്ടതോ പറഞ്ഞതോ അതുപോലെ തന്നെ നമ്മൾ എഴുതി വെച്ചതോ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ റിമെമ്പർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവും. ആൻഡ് ദേ എൻജോയ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഡിബേറ്റ് ഓർ ഗീവ് പെർസ്യൂ സ്പീച്ചസ്, ആർ ഏബിൾ ടു എക്സ്പ്ലെയിൻ തിങ്സ് വെൽ, യൂസ് ഹ്യൂമർ വെൻ ടെല്ലിങ് സ്റ്റോറീസ്. എന്താണ്? അവർ ഈ ലിംഗ്വിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായനയും എഴുത്തും ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. ഡിബേറ്റ്സ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സ്പീച്ചസ് പറയാനും അതുപോലെ തന്നെ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. കാര്യങ്ങൾ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ കഥകൾ പറയുന്നതിലൂടെ ഹ്യൂമർ കൂടി മിക്സ് ചെയ്തുകൊണ്ട് കഥകൾ പറയാൻ എന്നുവെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ സ്റ്റോറീസ് പറയാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും ഇത്തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പൊട്ടൻഷ്യൽ കരിയർ ചോയ്സസ് എന്ന് പറയുന്നത് റൈറ്റർ ഓർ ജേർണലിസ്റ്റ്, ലോയർ, ടീച്ചർ. ഈ മേഖലകളാണെങ്കിൽ ഈ ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതലായി ഡൊമിനൻ്റായി കാണപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ് റൈറ്റർ ഓർ ജേർണലിസ്റ്റ്, ലോയർ ആൻഡ് ടീച്ചർ എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ്. ആൻഡ് തേർഡ് വൺ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്.
People who are strong in logical mathematical intelligence are good at reasoning, recognizing patterns, and logically analyzing problems. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എന്താണ്, റീസണിങ്ങുമായി ബന്ധപ്പെട്ട എബിലിറ്റീസ് കൂടുതലുള്ള വ്യക്തികളായിരിക്കും. ദേ ക്യാൻ റെക്കഗ്നൈസ് പാറ്റേൺ ഈസിലി ആൻഡ് ദേ ക്യാൻ അനലൈസ് പ്രോബ്ലംസ് ആൻഡ് ദേ ക്യാൻ ലോജിക്കലി അനലൈസ് പ്രോബ്ലംസ്. അവർക്ക് പ്രോബ്ലംസിനെ ലോജിക്കലി അനലൈസ് ചെയ്യാൻ പറ്റും, പാറ്റേൺസിനെ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ദേ ആർ ഗുഡ് അറ്റ് റീസണിങ്. These individuals tend to think conceptually about numbers, relationships and patterns. അവർക്ക് എങ്ങനെയായിരിക്കും, these individuals tend to think conceptually about numbers, relations and patterns. പാറ്റേൺസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്പേഴ്സിനെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അവർക്ക് കൺസെപ്ച്വലി തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഉണ്ടാവും. Their strength are analyzing problems and mathematical operations. എന്ന് വെച്ചെങ്കിൽ അവർക്ക് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദേ ക്യാൻ അനലൈസ് പ്രോബ്ലംസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അനലൈസ് ചെയ്യാനും ഇവർക്ക് നല്ല രീതിയിൽ കഴിയും. അതാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പീപ്പിൾ വിത്ത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഹാവ് എക്സലൻറ്റ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. എന്താണ്, ഇത്തരത്തിലുള്ള ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എക്സലൻ്റ് ആയിരിക്കും അവരിൽ ഉണ്ടായിരിക്കുക. ആൻഡ് എൻജോയ് തിങ്കിങ് അബൌട്ട് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്. അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ഐഡിയാസിനെ കുറിച്ച് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഉണ്ടാവും. ആൻഡ് ലൈക്ക് കണ്ടക്ടിങ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ക്യാൻ സോൾവ് കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻസ്. അതുപോലെ തന്നെ അവർ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ ദേ ക്യാൻ സോൾവ് കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻസ്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം അവർക്ക് സോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കരിയർ ചോയ്സസ് ആയിരിക്കും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത്. അത് എക്സാമ്പിൾസ് പറയുന്നത് സയൻറ്റിസ്റ്റ് ആവാം, മാത്തമാറ്റീഷ്യൻ ആവാം, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആവാം, എഞ്ചിനീയർ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ്. ഈ മേഖലകളിലെല്ലാം ഈ ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് നല്ല രീതിയിൽ ഡൊമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ മറ്റ് ഇൻ്റലിജൻസിനെ അപേക്ഷിച്ച് കൂടുതലായിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇത്തരം മേഖലകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അടുത്ത ഇൻ്റലിജൻസ് ആണ് ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ദോസ് ഹു ആർ ഹൈ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആർ സെഡ് ടു ബി ഗുഡ് അറ്റ് ബോഡി മൂവ്മെൻറ്റ്, പെർഫോമിങ് ആക്ഷൻസ് ആൻഡ് ഫിസിക്കൽ കൺട്രോൾ. എന്താണ് ബോഡിലി കൈനസ്തെറ്റിക്സ്? നമ്മുടെ ബോഡി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബോഡിലി കൈനസ്തെറ്റിക് മൂവ്മെൻറ്റ്സ് നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഹി ക്യാൻ പെർഫോമിങ് ആക്ഷൻസ് ഈസിലി ആൻഡ് ഹി ക്യാൻ കൺട്രോൾ ഹിസ് ഫിസിക്കൽ ആക്ഷൻസ് ആൻഡ് ഹി ഗുഡ് അറ്റ് ബോഡി മൂവ്മെൻറ്റ്സ്. എന്താണ് ബോഡി മൂവ്മെൻറ്റ്സ്, നല്ല രീതിയിലുള്ള ബോഡി മൂവ്മെൻറ്റ്സുകൾ, അതുപോലെ തന്നെ പെർഫോമിങ് ആക്ഷൻസ്, അതുപോലെ ഫിസിക്കൽ കൺട്രോൾ, ഇതെല്ലാം അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആർക്കാണ് അത്തരത്തിലുള്ള ഫിസിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്, പെർഫോമിങ് ആക്ഷൻസ് ഒക്കെ വേണ്ടി വരിക? The people who are strong in this area tend to have excellent hand-eye coordination. അവർക്ക് എങ്ങനെയായിരിക്കും ഈ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് നല്ല രീതിയിലുള്ള വ്യക്തിയാണെങ്കിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ നല്ല രീതിയിലുണ്ടാവും. നമുക്കറിയാം ഒരു ബോഡിലി അല്ലെങ്കിൽ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ബോഡി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് നല്ല രീതിയിലുള്ള വ്യക്തികൾക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ നന്നായിട്ട് ഉണ്ടായിരിക്കും. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ മൂവ്മെൻറ്റ് ആൻഡ് മോട്ടോർ കൺട്രോളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി അത്തരത്തിലുള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, കോമൺ ആയി അവരിൽ കാണപ്പെടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പീപ്പിൾ വിത്ത് ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആർ സ്കിൽഡ് അറ്റ് ഡാൻസിങ് ആൻഡ് സ്പോർട്സ്. അതിലാണ് ഡാൻസിങ്ങിലും സ്പോർട്സിലും നല്ല സ്കിൽസ് ഉള്ളവരായിരിക്കും. എൻജോയ് ക്രിയേറ്റിംഗ് തിങ്സ് വിത്ത് ഹിസ് ഓർ ഹെർ ഹാൻഡ്സ്. എന്താണ് അവർ സ്വന്തമായി ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും. ഹാവ് എക്സലൻറ്റ് ഫിസിക്കൽ കോർഡിനേഷൻ ആൻഡ് റിമെമ്പർ ബൈ ഡൂയിങ് റാദർ ദാൻ ഹിയറിങ് ഓർ സീയിങ്. ഈ വ്യക്തികൾ ഓർത്ത് വയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്വയം ചെയ്ത് പഠിച്ച കാര്യങ്ങളായിരിക്കും കൂടുതൽ ഓർത്ത് വയ്ക്കുന്നുണ്ടാവും. മറ്റ് കേട്ടതോ അല്ലെങ്കിൽ കണ്ടതോ ആയ കാര്യങ്ങളേക്കാൾ കൂടുതൽ അവർ ഓർക്കുന്നത് അവർ ചെയ്ത കാര്യങ്ങളായിരിക്കും.
അപ്പോൾ ഇവരുടെ പൊട്ടൻഷ്യൽ കരിയർ ചോയ്സസ് എന്ന് പറയുന്നത് ഡാൻസർ, ബിൽഡർ, സ്കൾപ്റ്റർ, ആക്ടർ, ഇവരൊക്കെ ഈ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ളവരായിരിക്കും. എന്ന് വെച്ചെങ്കിൽ ആ ഒരു ഇൻ്റലിജൻസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയത് കൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ഗാർണർ അവകാശപ്പെടുന്നത്. അടുത്ത ഇൻ്റലിജൻസാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. പീപ്പിൾ who have strong musical intelligence are good at thinking in patterns, rhythms and sounds. എന്താണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് സ്ട്രോങ് ആയി ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നുവെങ്കിൽ ദേ ആർ ഗുഡ് അറ്റ് തിങ്കിങ് ഇൻ പാറ്റേൺസ്, റിതംസ് ആൻഡ് സൗണ്ട്സ്. അവരുടെ കഴിവുകൾ എവിടേക്കാണ്? തിങ്കിങ് ഇൻ പാറ്റേൺസ്, റിതംസ് ആൻഡ് സൗണ്ട്സ്. ആൻഡ് ദേ ഹാവ് സ്ട്രോങ് പെർസെപ്ഷൻ ഓഫ് മ്യൂസിക് ആൻഡ് ആർ ഓഫൻ ഗുഡ് അറ്റ് മ്യൂസിക്കൽ കമ്പോസിഷൻ ആൻഡ് പെർഫോമൻസ്. അതുപോലെ തന്നെ ദേ ഹാവ് സ്ട്രോങ് അപ്രീസിയേഷൻ ഫോർ മ്യൂസിക്. അവർക്ക് മ്യൂസിക്കിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർ മ്യൂസിക്കൽ കോമ്പോസിഷൻസ് നടത്തുന്നവരായിരിക്കും, പെർഫോം ചെയ്യുന്നവരായിരിക്കും. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, റിതം ആൻഡ് മ്യൂസിക് ആയിരിക്കും അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചെങ്കിൽ അത് ആ മ്യൂസിക്കൽ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുക. അത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എൻജോയ് സിംഗിങ് ആൻഡ് പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അവരെങ്ങനെയായിരിക്കും? പാട്ട് പാടുന്നതിനും അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നതിനും ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികൾ. റെക്കഗ്നൈസ് മ്യൂസിക്കൽ പാറ്റേൺസ് ആൻഡ് ടോൺസ് ഈസിലി. ദേ ക്യാൻ റെക്കഗ്നൈസ് മ്യൂസിക്കൽ പാറ്റേൺസ് ആൻഡ് ടോൺസ് ഈസിലി. അവർക്ക് എത്ര വേഗം മ്യൂസിക്കൽ പാറ്റേൺസും അതുപോലെ തന്നെ അതിൻ്റെ ടോൺസൊക്കെ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് റിമെമ്പർ സോങ്സ് ആൻഡ് മെലഡീസ്. എങ്ങനെയാണ് അവർക്ക് സോങ്സ് ആൻഡ് മെലഡീസ് റിമെമ്പർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാവ് റിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മ്യൂസിക്കൽ സ്ട്രക്ചർ, റിതം ആൻഡ് നോട്ട്സ്. എന്താണ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട മ്യൂസിക്കൽ സ്ട്രക്ചർ, റിതം, അതിൻ്റെ നോട്ട്സ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്കൊരു നല്ല ധാരണ ഉണ്ടായിരിക്കുന്ന വ്യക്തികളായിരിക്കും ഈ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ കരിയർ ചോയ്സസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മ്യൂസീഷ്യൻസ് ആയിരിക്കും, അതുപോലെ തന്നെ കമ്പോസർ ആയിരിക്കാം, സിംഗർ ആയിരിക്കാം, മ്യൂസിക് ടീച്ചർ ആയിരിക്കാം, കണ്ടക്ടർ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കരിയർ ചോയ്സുകൾ തന്നെ ആയിരിക്കും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് വൺ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. Those who have strong interpersonal intelligence are good at understanding and interacting with other people. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ ദേ ആർ ഗുഡ് അറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻട്രാക്റ്റിംഗ് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരോട് ഇൻട്രാക്റ്റ് ചെയ്യാനും നല്ല കഴിവുള്ള ആളുകളായിരിക്കും ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികൾ. These individuals are skilled at assessing the emotions, motivations, desires and intention of those around them. ഈ വ്യക്തികളുടെ പ്രത്യേകത എന്താണ്? They can assess the emotions of others, motivations, desires, intentions. അപ്പോൾ ഇതെല്ലാം അറിയുമ്പോൾ എന്താണ് നമ്മൾക്ക് അവരുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻസ്, അവർ നല്ലതായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ നമ്മൾക്ക് കഴിയും. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിലേറ്റിംഗ് ടു അതർ പീപ്പിൾ. മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവരുമായിട്ടുള്ള റിലേഷൻസും ഉണ്ടാക്കാനുള്ള കഴിവ് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികളുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്മ്യൂണിക്കേറ്റ് വെൽ വേർബലി. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വേർബലി. അവർക്ക് നല്ല രീതിയിൽ മറ്റു വ്യക്തികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയും. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവ് അവരിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ദേ ആർ സ്കിൽഡ് അറ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ദേ ആർ സ്കിൽഡ് അറ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സീ സിറ്റുവേഷൻസ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്. എന്താണ്? ദേ ക്യാൻ സീ സിറ്റുവേഷൻസ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്. അങ്ങനെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ നമ്മൾക്ക് ഒരു ഇൻസിഡൻറ്റിനെ കാണാൻ പറ്റിയാലാണ് മറ്റു വ്യക്തിയുടെ ഇമോഷൻസ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവർ അത്തരത്തിൽ ആ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ കാണാൻ കഴിയുന്ന വ്യക്തിയായിരിക്കും. ആൻഡ് ക്രിയേറ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. എന്താണ്? ദേ ക്യാൻ ക്രിയേറ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റു വ്യക്തികളുമായുള്ള ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഇവർക്ക് ഈസി ആയിരിക്കും. ആൻഡ് റിസോൾവ് കോൺഫ്ലിക്റ്റ് ഇൻ ഗ്രൂപ്പ് സെറ്റിങ്സ്. അതുപോലെ തന്നെ എന്താണ്? ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സെറ്റിങ്ങിലോ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ദേ ക്യാൻ റിസോൾവ് ദാറ്റ് കോൺഫ്ലിക്റ്റ് ഈസിലി.
ഓക്കെ, ഇതാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ കരിയർ ചോയ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈക്കോളജിസ്റ്റ് ആവാം, ഫിലോസഫർ ആവാം, കൗൺസിലർ, സെയിൽസ് പേഴ്സൺ ആൻഡ് പൊളിറ്റീഷ്യൻ. ഈ മേഖലകളിലാണെങ്കിൽ ഈ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അടുത്ത ഇൻ്റലിജൻസ് ആണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. The individual who are strong in intrapersonal intelligence are good at being aware of their own emotional states, feelings and motivations. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വ്യക്തി ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഹി ക്യാൻ അവെയർ ഓഫ് ദെയർ ഓൺ ഇമോഷണൽ സ്റ്റേറ്റ്സ്. അവർ സ്വന്തം ഇമോഷണൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കും. അതുപോലെ തന്നെ സ്വന്തം ഫീലിങ്സിനെ കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കും. അതുപോലെ തന്നെ ദേ ക്യാൻ അവെയർ ഓഫ് ദ മോട്ടിവേഷൻസ്, ഏതിലാണ് എന്താണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അവർ അവെയർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ദേ ടെൻഡ് ടു എൻജോയ് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് അനാലിസിസ് ഇൻക്ലൂഡിങ് ഡേ ഡ്രീമിങ്, എക്സ്പ്ലോറർ റിലേഷൻഷിപ്പ് അതേഴ്സ് ആൻഡ് അസസിങ് ദ പേഴ്സണൽ സ്ട്രെങ്ത്സ്. അവരെങ്ങനെയായിരിക്കും? ദേ എൻജോയ് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് അനാലിസിസ്. അവർ സ്വന്തം കഴിവുകളെ അല്ലെങ്കിൽ സ്വയം സ്ട്രെങ്ത്തിനെ അനലൈസ് ചെയ്യാൻ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ അവർ ഡേ ഡ്രീമിങ് ചെയ്യുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എക്സ്പ്ലോർ റിലേഷൻഷിപ്പ് അതേഴ്സ് ആൻഡ് അസസിങ് ദെയർ പേഴ്സണൽ സ്ട്രെങ്ത്ത്. ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഞാൻ എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് മറ്റുള്ളവരിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കും. സ്വയമായി അവരുടെ കഴിവുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രോസ്പെക്ഷൻ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ തന്നെയാണ്. ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എക്സാമിനേഷൻ. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രോസ്പെക്ഷൻ നടത്തണം. നമ്മളിലേക്ക് തന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും ശരിയല്ലാത്തതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഇൻട്രോസ്പെക്ഷൻ നടക്കുക അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ ഉള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നതാണ് അത്തരം ഇൻഡിവിജ്വൽസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പീപ്പിൾ വിത്ത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആർ അനലൈസ് ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വെൽ. അങ്ങനെ എന്താണ്? ദേ ക്യാൻ അനലൈസ് ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. അവർക്ക് അവരുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ്സസും അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എൻജോയ് അനലൈസിങ് തിയറീസ് ആൻഡ് ഐഡിയാസിനെ അനലൈസ് ചെയ്യുന്നതിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഹാവ് എക്സലൻറ്റ് സെൽഫ് അവെയർനെസ്. അവർക്ക് അവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരിക്കും. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിസ് ഫോർ ഹിസ് ഓർ ഹെർ ഓൺ മോട്ടിവേഷൻസ് ആൻഡ് ഫീലിങ്സ്. എന്താണ്? സ്വന്തം മോട്ടിവേഷൻസ്, നമ്മൾ എപ്പോൾ മോട്ടിവേറ്റ് ആവുന്നു, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫീലിങ്സ് എന്നതിനെക്കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കുന്ന ആളുകളായിരിക്കും. അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. സ്വയം എപ്പോൾ മോട്ടിവേറ്റഡ് ആവുന്നു, അതുപോലെ തന്നെ സ്വന്തം ഫീലിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ പൊട്ടൻഷ്യൽ കരിയർ ചോയ്സസ് എന്ന് പറയുന്നത് ഫിലോസഫർ, റൈറ്റർ, തിയറിസ്റ്റ്, സയൻറ്റിസ്റ്റ്. ഈ മേഖലകളിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. കാരണം അവരുടെ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആണെങ്കിൽ. അടുത്ത ഇൻ്റലിജൻസ് ആണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. Naturalistic is the most recent addition to Gardner's theory and has been met with more resistance than his original 7 intelligence. അപ്പോൾ ഈ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ റീസെൻ്റ്ലി ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ഈ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് കഴിഞ്ഞ് വേറെ ഒരു 9th ഇൻ്റലിജൻസ് കൂടിയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. According to Gardner, individuals who are high in this type of intelligence are more in tune with nature and are often interested in nurturing, exploring the environment and learning from other species. എന്താണ്? നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ നാച്ചുറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും. നർച്ചറിങ്, എക്സ്പ്ലോറിങ് ദ എൻവയോൺമെൻറ്റ്, ലേണിംഗ് ഫ്രം ദ അതർ സ്പീഷീസ്. മറ്റ് ജീവജാലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നാച്ചറിനെ എക്സ്പ്ലോർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല എൻജോയ് ചെയ്യുന്ന ആളുകളായിരിക്കും. ദീസ് ഇൻഡിവിജ്വൽസ് ആർ സെഡ് ടു ബി ഹൈലി അവെയർ ഓഫ് ഈവൻ സബ്റ്റിൽ ചേഞ്ചസ് ടു ദെയർ
എൻവയോൺമെൻറ്റ്. എന്താണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ അവരുടെ എൻവയോൺമെൻറ്റിൽ കാണപ്പെടുന്ന ചെറിയ മാറ്റങ്ങൾ വരെ തിരിച്ചറിയാൻ കഴിയുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റുമായി അത്ര ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും അവർ. എന്ന് വെച്ചാൽ അവർക്ക് ആ എൻവയോൺമെൻറ്റിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ മറ്റ് സ്പീഷീസുകളെ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. സ്വാഭാവികമായും എൻവയോൺമെൻറ്റിലുണ്ടാകുന്ന ഒരു ചെറിയ നേച്ചറിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫൈൻഡിങ് പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്പ് ടു നേച്ചർ എന്നുള്ളതാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? പീപ്പിൾ വിത്ത് എ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആർ ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്ട്സ് സച്ച് ആസ് ബോട്ടണി, ബയോളജി ആൻഡ് സുവോളജി. നേച്ചറുമായി എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട സബ്ജക്ട്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. കാറ്റഗറൈസ് ആൻഡ് കാറ്റലോഗ് ഇൻഫോർമേഷൻസ് ഈസിലി. അവർക്ക് അങ്ങനെ ഇൻഫോർമേഷൻസ് കാറ്റഗറൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ എൻജോയ് ക്യാമ്പിങ്, ഗാർഡനിങ്, ഹൈക്കിംഗ് ആൻഡ് എക്സ്പ്ലോറിങ് ഔട്ട്ഡോർസ്. അവരിങ്ങനെ ഔട്ട്ഡോർ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ഡിസ്ലൈക്സ് ലേണിംഗ് അൺഫെമിലിയർ ടോപ്പിക് ദാറ്റ് ഹാവ് നോ കണക്ഷൻ ടു നേച്ചർ. അതുപോലെ തന്നെ അവർ പ്രത്യേകത എന്താണ്? നേച്ചറുമായി ബന്ധപ്പെടാത്ത ഏതെങ്കിലും ടോപ്പിക്സുകളുണ്ടെങ്കിൽ അത് ലേൺ ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. അവരുടെ പൊട്ടൻഷ്യൽ കരിയർ ചോയ്സസ് എന്ന് പറയുന്നത് ബയോളജിസ്റ്റ്, കൺസർവേഷനിസ്റ്റ്, ഗാർഡനർ, ഫാമർ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള നേച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അദ്ദേഹം ഒരു 9th ഇൻ്റലിജൻസിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. സം പ്രപ്പോണൻസ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രപ്പോസ്ഡ് സ്പിരിച്വൽ ഓർ റിലീജിയസ് ഇൻ്റലിജൻസ് ആസ് എ പോസിബിൾ അഡീഷണൽ ടൈപ്സ്. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പ്രപ്പോണൻസ് പറഞ്ഞത് 9th ആയിട്ട് ഒരു ഇൻ്റലിജൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ഇൻ്റലിജൻസ് ആയിരിക്കും പോസിബിളായിട്ടുള്ളത്, ഒരു അഡീഷണൽ ടൈപ്പിലെന്നാണ് മറ്റ് പ്രപ്പോണൻസ് എല്ലാം അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഗാർഡനർ പറഞ്ഞത് എന്താണ്? ഗാർഡനർ ഡിഡ് നോട്ട് വാണ്ട് ടു കമ്മിറ്റ് ടു എ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ബട്ട് ഹി സജസ്റ്റഡ് ദാറ്റ് ആൻ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. അദ്ദേഹം പറഞ്ഞത് സ്പിരിച്വൽ ഇൻ്റലിജൻസിനെ അല്ല അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം സപ്പോർട്ട് ചെയ്തത് എന്താണ്? എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസിനെയാണ്. മേ ബി യൂസ്ഫുൾ കൺസ്ട്രക്ട് and the hypothesis of an existential intelligence has been further explored by the education research. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻസ് എന്നുള്ള രീതിയിൽ ഒരു അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ഇൻ്റലിജൻസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളാണ് എഡ്യൂക്കേഷണൽ റിസർച്ചേഴ്സുകൾ നടത്തേണ്ടത് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണുന്നത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ 8 ഇൻ്റലിജൻസ് പ്ലസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള 9th ഇൻ്റലിജൻസ് കൂടി ചേർന്ന ഒരു പിക്ചറാണ്. മാത്തമാറ്റിക്കൽ, മ്യൂസിക്കൽ, വിഷ്വൽ സ്പേഷ്യൽ, ബോഡ്ലി കൈനസ്തറ്റിക്, ഇൻട്രാപേഴ്സൺ, ഇൻ്റർപേഴ്സൺ, നാച്ചുറലിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യലിസ്റ്റിക്. ഇത്രയും ഇൻ്റലിജൻസാണ് ഹോവാർഡ് ഗാർഡനർ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന തിയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 7th ഇൻ്റലിജൻസ് വരെയുള്ളതായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തിയറികളിൽ എക്സ്പ്ലെയിൻ ചെയ്ത്. പിന്നെ അഡീഷണലി ആഡ് ചെയ്താണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസും അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഹോവാർഡ് ഗാർഡനറിൻ്റെ തിയറിയെക്കുറിച്ച് പറയാനുള്ളത്.